പൊന്നാനി നഗരസഭയിൽ തൊഴിൽ സംരംഭകർക്കായി സംരംഭക സഭ സംഘടിപ്പിച്ചു. പുതിയ തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും നിലവിലുള്ള സംരംഭങ്ങൾ മെച്ചപ്പെടുത്തി വിപുലീകരിക്കുന്നതിനും സന്നദ്ധരായ പൊന്നാനി പ്രദേശത്തെ സംരംഭകർക്കായി പൊന്നാനി നഗരസഭയുടെയും സംസ്ഥാന വ്യവസായ വകുപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംരംഭ സഭ സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ സംവിധാനം നമുക്കറിയാം, ഏറ്റവും കൂടുതൽ സ്ത്രീ ശാക്തീകരണ രംഗത്ത് ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ള കുടുംബശ്രീ സംവിധാനത്തിലൂടെ എന്റെ തൊഴിൽ എന്റെ അഭിമാനം എന്ന കാഴ്ചപ്പാടുണ്ട് അല്ലേ? വീട്ടിലെ കുടുംബിനികളായിട്ടുള്ള നമ്മുടെ സഹോദരിമാർക്ക് തൊഴിൽ ചെയ്യാനുള്ള സന്നദ്ധത ഉണ്ടെങ്കിൽ അവരുടെ താല്പര്യമനുസരിച്ച്, അവരുടെ ഇംഗിതമനുസരിച്ച് അവർക്ക് ഏത് മേഖലയാണോ തെരഞ്ഞെടുക്കാൻ കഴിയുക ആ മേഖലയിൽ തൊഴിലവസരം സൃഷ്ടിക്കുന്നതിനാവശ്യമായിട്ടുള്ള സപ്പോർട്ടീവായിട്ടുള്ള വായ്പാ സംവിധാനം കുടുംബശ്രീയിലൂടെ നമ്മൾ നടപ്പിലാക്കുന്നത്. അതൊക്കെ ബാങ്കുകളുടെ ഇടപെടൽ വളരെ പ്രധാനമാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകുന്ന സബ്സിഡി സ്കീംസുകൾ നിരവധിയാണ്. പ്രൊജക്ടൊക്കെ അതിൽ വരുന്നതാണ്. അപ്പൊ സർക്കാരിന്റെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 1 വർഷം 1 ലക്ഷം തൊഴിൽ, അതോടൊപ്പം തന്നെ എന്റെ തൊഴിൽ എന്റെ അഭിമാനം എന്ന പദ്ധതി, എല്ലാത്തിലും ഉപരിയായി നമ്മുടെ യുവതി യുവാക്കൾക്ക് തൊഴിൽ സഭ നടത്തി അതിലൂടെ അവർക്ക് മറ്റ് കോർപ്പറേറ്റ് കമ്പനികൾ ഉൾപ്പെടെയുള്ള സ്വകാര്യ കമ്പനികൾ ഉൾപ്പെടെയുള്ള ഏജൻസികൾ അവർക്ക് തൊഴിൽദായകരായി എത്തുകയും അവരുടെ മുന്നിൽ തൊഴിൽദായകരായി എത്തുകയും അവർ അതിൽ സെലക്റ്റീവ് ആവുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വാർഡ് തലങ്ങളിൽ തന്നെ തൊഴിൽ സഭകൾ നടത്തി മുനിസിപ്പൽ തലത്തിൽ തന്നെ നമ്മൾ തൊഴിൽ മേള സംഘടിപ്പിച്ചു. ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ രജീഷ് ഉപ്പാല അധ്യക്ഷത വഹിച്ചു. വ്യവസായ ഓഫീസർ പ്രതീഷ്, കേരള ഗ്രാമീണ ബാങ്ക് മാനേജർ സൂര്യ, ആക്സിസ് ബാങ്ക് മാനേജർ വെങ്കിട് എന്നിവർ വിവിധ അനുമതികൾ സംബന്ധിച്ച് വിശദീകരിച്ചു. കൗൺസിലർമാരായ അശോകൻ, അബ്ദുൽ സലാം, ഷാഫി, സുധ, നസീമ എന്നിവരും 100ഓളം സംരംഭകരും പങ്കെടുത്തു. ഇത്രയും ഫാഷൻ പോരെ മോളെ? പവിത്ര ബന്ധം, പരിശുദ്ധ സ്വർണം. സാറ ഗോൾഡൻ ഡയമണ്ട്സ്, തൃശൂർ റോഡ്, ഇടപ്പാൾ. ഇനി എന്തിനാ വേറൊരു ഓപ്ഷൻ?